എപ്പോഴും മോണോഗമസായിട്ട് ഒരാളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നു. അയാളാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നില്ല, അയാളാണെങ്കിൽ ഫുൾ ടൈം നമ്മളെ തെളിയിപ്പിക്കുക, നമ്മൾ തല്ലുക, ഇങ്ങനെ മാത്രമായിട്ട് ജീവിക്കുമ്പോ എന്തെങ്കിലും. അപ്പോൾ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ, അവിഹിതം ഈസ് ഫൈൻ, ആവാം, കുഴപ്പമില്ല. ഒരാളെ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവരെയും പാടാം. അവരാണെങ്കിൽ സ്നേഹിക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്നേഹം കിട്ടുന്ന സ്ഥലത്തോട്ട് പോവും, തെറ്റു പറയാനൊക്കത്തില്ല. അവിഹിതം ഈസ് ഫൈൻ, ഫൈൻ. ഇവരിത് എന്തൊക്കെയാണ് വിളിച്ച് കൂവുന്നത്? ഇവരെന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വിളിച്ച് കൂവുന്നത്? ഇവരൊക്കെ പോയി ഇൻ്റർവ്യൂ എടുക്കുന്നത് ആരാണ്? ഈ തീട്ടം മാത്രം ഛർദ്ദിക്കുന്ന ഇവരൊക്കെ പോയി ഇൻ്റർവ്യൂ എടുക്കുന്ന ആരാണ്? ഇവർ നമ്മളെ സാമൂഹിക അതിർവരമ്പുകൾ, നല്ലവണ്ണം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് അഴുക്ക് കുത്തിവെക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഇവരിങ്ങനെ പറയുമ്പം ആ വഴിക്ക് പോകുന്നവരല്ല ആൾക്കാർ. എന്നിരുന്നാലും ഇവരെന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിരുന്ന് പറയുന്നത്? വേറൊരു വീഡിയോ കണ്ടു, സ്ത്രീകൾ പൂച്ചയെ പോലെയാണ്. പൂച്ചയെന്ന് പറയുമ്പം ആരെങ്കിലും ഇങ്ങനെ വന്നൊന്ന് തലോടുമ്പോൾ, തഴുകുമ്പോൾ ആ തഴുകുന്ന ആളിൻ്റെ കൂടെ പോവും. സ്ത്രീകൾ അവരെ പൂച്ചയെ പോലെയാണ്. എന്ത് കൺസെപ്റ്റാണ് അവർ പറയുന്നത്? ഇവർ നമ്മളെ സംസ്കാരത്തിനെതിരായിട്ട്, നമ്മളെ സാംസ്കാരിക മൂല്യങ്ങൾക്കെതിരായിട്ട് വന്നിരുന്നങ്ങ് പുലമ്പയാണ്. ഒരു മടിയില്ലാതെ, ഒരു അറപ്പുമില്ലാതെ. ഇവരീ ആക്ഷേപിക്കുന്നത് സ്ത്രീ സമൂഹത്തിനെ മൊത്തത്തിലല്ലേ? ഇവരീ പറയുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഇവരങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കും. ഒരാൾ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളിൽ അവരുടെ സ്വഭാവ രീതികൾ പ്രതിഫലിക്കും. അപ്പം ഇവരങ്ങനെ ആയിരിക്കാം, ഇവർ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാർ സ്ത്രീകൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ മുഴുവനും അങ്ങനെയാണോ? ഈ സ്ത്രീകളൊക്കെ എങ്ങനെയാണെന്നുള്ളത്, ഈ സ്ത്രീകളുടെ എല്ലാം സ്വഭാവം പറയാനുള്ള അട്ടിപ്പേരവകാശം ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? എന്തും വന്നിരുന്ന് വിളിച്ച് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണോ ഈ സോഷ്യൽ മീഡിയ? ഒരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് മോട്ടിവേഷനാണ് ഇവരെടുക്കുന്നത്? ഇവരെടുത്ത് ക്ലാസ്സിന് പോയിരിക്കുന്നവരോടൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇതാണോ മോട്ടിവേഷൻ? ഇങ്ങനെയൊക്കെ ചെയ്യാനാണോ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഈ മോട്ടിവേഷന് പോകുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് പറയാനുള്ളത്, നിങ്ങൾ ഈ പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയാണ്? സക്സസ് ആണോ? ഭയങ്കര സക്സസ് അല്ലെങ്കിൽ ഒരു ആവറേജ് രീതിയിൽ, സാധാരണ രീതിയിലെങ്കിലും നല്ലതുപോലെ പോകുന്നൊരു ഫാമിലി ലൈഫ് ആണോ? ഒരു നല്ല ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നവരാണോ? കീപ്പ് ചെയ്യുന്നവരാണോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. ഇങ്ങനെ അവിഹിതത്തിന് പ്രേരിപ്പിക്കുകയും സ്ത്രീകൾ ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ കൂടെ പോകുന്നവരാണെന്ന് പറയുന്നവരുടെ അടുത്തേക്കാണോ നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സിന് പോകുന്നത്? നിങ്ങളെ ഭാര്യമാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, മക്കളെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സിന് വിടുന്നത്? അപ്പോൾ ഇങ്ങനെയൊന്നും വന്നിരുന്ന് പറയരുത്. നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, നിങ്ങൾ പരിചയപ്പെട്ട ആൾക്കാരുടെ സ്വഭാവമായിരിക്കാം. അതൊരിക്കലും എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. നിങ്ങൾ ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൽ അമ്മമാർ വരും, നമ്മുടെ പെങ്ങന്മാർ വരും, ഭാര്യമാർ വരും, മക്കൾ വരും. ഈ പറയുന്ന നിങ്ങൾക്കും ഒരമ്മയുണ്ടാവും, നിങ്ങൾക്കും സഹോദരിമാരുണ്ടാവും. അപ്പം നിങ്ങൾ അവരെല്ലാം കൂടെ ചേർത്ത് തന്നെയാണോ ഈ പറയുന്നത്? അത് ഓർമ്മിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? അപ്പം നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറായിരിക്കാം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അല്ല സ്ത്രീകൾ. നല്ല രീതിയിൽ നല്ല കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകളാണ് ഭൂരിഭാഗവും. പിന്നെ സ്നേഹം കിട്ടുന്നില്ല. അത് നിങ്ങൾ കാഴ്ചപ്പാടനുസരിച്ച് സ്നേഹം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. സ്നേഹമെന്ന് പറയുന്നത് പരിഗണനയാണ്, കെയറിങ് ആണ്. ചിലപ്പോൾ ഒരു ഭർത്താവിന് 24 മണിക്കൂറും അടുത്തിരുന്ന് പഞ്ചാര വർത്തമാനം പറയാൻ പറ്റത്തില്ല. മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും അമ്മയ്ക്കും അച്ഛനും മാതാപിതാക്കൾക്ക് വേണ്ടിയും
കഷ്ടപ്പെടും, രാവിലെ ഇറങ്ങി പോവും, രാത്രി വരും. ചിലപ്പോൾ അവന് രാത്രി വന്നിരുന്ന ക്ഷീണത്തോട് വരുമ്പം ചിലപ്പോൾ പിന്നെ പഞ്ചാര വർത്തമാനം പറയാൻ സമയം കിട്ടൂല, ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിടുന്ന് ഉറങ്ങാനുള്ള സാഹചര്യം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ വേറൊരാളിൻ്റെ കൂടെ പോവുമോ? അതൊരു ഭാര്യ, ഒരു സ്ത്രീ മനസ്സിലാക്കുകയല്ലേ വേണ്ടത്, ഭർത്താവിനെ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ 1-2 വീഡിയോ ഇങ്ങനെ കണ്ടു, അതിലെല്ലാം ഇങ്ങനെ മ്ലേച്ഛമായ അശ്ലീലം എന്ന് തന്നെ പറയാം, അശ്ലീലമായ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ വന്ന് 2 വാക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്ന് പറഞ്ഞതാണ്. ഇത് കേട്ടിട്ടൊന്നും ആരും നന്നാവില്ല എന്നറിയാം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തന്നെ പൊയ്ക്കോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സമൂഹത്തിനെതിരായിട്ട് സാമൂഹിക അതിർവരമ്പുകളൊക്കെ ലംഘിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പ്രതികരിച്ച് പോകുന്നതാണ്. എത്ര ഒരു ഇതിലാണ് നിങ്ങൾ വന്നിരുന്ന് പറയുന്നത്, അവിഹിതം ഈസ് ഫൈൻ, ആവാം, കുഴപ്പമില്ല. ഒരാളിൽ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, പാടാണ്. നിങ്ങൾക്കങ്ങനെ ആയിരിക്കാം, എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് അവിടെ സ്നേഹം കിട്ടുന്നില്ല, ഉള്ള ഒരാളാണെങ്കിൽ സ്നേഹിക്കുന്നില്ല, പിന്നെ എന്താ ചെയ്യും? പോവാം. പക്ഷേ അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. അത് നിങ്ങൾ എല്ലാ സ്ത്രീ സമൂഹത്തിനാകമാനം ആക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. ഓക്കെ, താങ്ക് യു.